നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കുന്ന ഒരാൾ. അത് ഹസ്ബൻഡാവാം, ബ്രദറാവാം, ഫ്രണ്ടാവാം, എല്ലാവരും ആവാം. പക്ഷേ അങ്ങനെ ഒരാളെ കിട്ടുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. പ്രത്യേകിച്ച് അങ്ങനെ ഒരു പാർട്ട്ണറെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ അനുഗ്രഹ ദൈവത്തിൻ്റെ. നമ്മളോട് സന്തോഷമൊക്കെ പങ്കിടാൻ എല്ലാവരും വരും, ട്രീറ്റ് തരുന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വരുന്നില്ലേ. പക്ഷെ നമ്മൾ തകർന്നിരിക്കുമ്പോൾ ഈ വാക്കുകൾക്കപ്പുറം നമ്മുടെ മൗനവും വേദനയും, ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, നമ്മളൊന്ന് മൂഡ് ഓഫ് ആയാലും വന്ന് ചോദിക്കും, ഇന്ന് ഓക്കെ അല്ലല്ലോ, നമ്മളല്ല എന്ന് കളവ് പറഞ്ഞാലും അവർക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവർ പറയും അല്ല, കളവാണ്, ഓക്കെ അല്ല നീ എന്ന് പറയും. ആ വാക്കുകൾക്കപ്പുറം നമ്മുടെ മൗനവും വേദനവും മനസ്സിലാക്കുന്ന ഒരാൾ, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അതിനപ്പുറം ഒരു ഭാഗ്യമില്ല. അത് ആരും ആവാം, അതിപ്പം പാർട്ട്ണർ തന്നെ ആവണം എന്നില്ല. നമ്മളെ ഫ്രണ്ടാവാം, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, അച്ഛൻ, അമ്മ, എല്ലാവർക്കും ആവാം. ചിലപ്പോൾ അവർക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് തരാനൊന്നും പറ്റില്ലായിരിക്കും. എന്നാലും ഞാൻ കൂടെയുണ്ട് എന്നൊരു തോന്നൽ മനസ്സിൽ വരുത്തിയാൽ അത് വലിയൊരു ആശ്വാസമല്ലേ. അതുകൊണ്ടാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്ന ഒരാൾ ജീവിതത്തിൽ വേണം എന്ന് പറയുന്നത്. ഇന്നത്തെ ജീവിത രീതി അല്ലെങ്കിൽ ഇന്നത്തെ കുടുംബത്തിൻ്റെ വ്യവസ്ഥ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ഒരാളെ ആവശ്യം അത്രയും മൂല്യമാണ്. പിന്നെ നമ്മൾ ചിരിക്കുന്ന എല്ലാവരും കാണും, നമ്മുടെ വിജയത്തിൽ എല്ലാവരും കൈയടിക്കും. പക്ഷേ ആരോടും ഒന്നും പറയാതെ ഇങ്ങനെ നിശബ്ദമായിട്ട് തളർന്നിരിക്കുന്ന നിമിഷങ്ങളിൽ പോലും നമ്മുടെ മനസ്സിൻ്റെ ഭാരം തിരിച്ചറിയുന്ന ഒരാളുണ്ടെങ്കിൽ അതാണ് ഭാഗ്യം. അവരെല്ലാ പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്തുന്നില്ല, പക്ഷെ വിധിക്കാതെ കേൾക്കും. അതാണ്, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയിട്ടില്ലെങ്കിലും വിധിക്കാതെ കേൾക്കും, പക്ഷേ കുറ്റപ്പെടുത്താതെ കൂടെ നിൽക്കും. ഇതൊക്കെയാണ് അവരുടെ ഗുണങ്ങൾ. നീ ഒറ്റയ്ക്കല്ല എന്ന് തോന്നിപ്പിക്കാനും കഴിയുന്ന ഒരാൾ ജീവിതത്തിൽ ലഭിക്കുന്നത് വലിയൊരു അനുഗ്രഹമല്ലേ. കാരണം ചിലപ്പോൾ മനസ്സിന് വേണ്ടത് ഉപദേശങ്ങളല്ല, നമ്മളെ ശരിക്കും മനസ്സിലാക്കുന്ന ഒരു മനസ്സാണ്. അതുകൊണ്ട് അങ്ങനെ ഒരാളെ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യവും. എന്ന് വെച്ച് നമുക്ക് അങ്ങനെ ഒരാളെ സ്വന്തമാക്കാൻ പറ്റിയില്ല എന്ന് കരുതി നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ദുഃഖിച്ചിരിക്കാനും പാടില്ല. ഒരു ഒറ്റ കാര്യം കൊണ്ട് അവസാനിപ്പിക്കാം. നമ്മളെ ജീവിതത്തിൽ പാർട്ട്ണർ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഒരുമിച്ച് ജീവിക്കുമ്പം അപ്പുറവും ഇപ്പുറവും ഈഗോ ക്ലാഷും എല്ലാം ഉണ്ടാവും. പക്ഷേ ഒരിക്കലും വെറുക്കാൻ പാടില്ല. വെറുപ്പ് തോന്നുന്ന ആ നിമിഷം നമ്മൾ കരുതേണ്ടത്, എൻ്റെ ഹസ്ബൻഡിൽ 50% നന്മ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയിൽ 50% നന്മ, അത് ഒന്ന് എടുത്തു നോക്കുക. അത്രയും നന്മകളുണ്ടെങ്കിൽ 50% ന്യൂനതയും നമ്മൾക്ക് മറന്നേക്കാം എന്ന് വിചാരിച്ചൂടെ? അത് ഭാര്യയാണെങ്കിലും വിചാരിക്കുക, ഭർത്താവിൻ്റെ 50% ന്യൂനത മറന്നേക്കാൻ ഭർത്താവും വിചാരിക്കുക 50% ആ ന്യൂനതകളെ അങ്ങ് മറന്നേക്കാം എന്ന്. അതുകൊണ്ട് ആ ഒരു 50% എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നും ഇത്ര പോലും കിട്ടുന്ന ആൾക്കാരുണ്ടാവില്ല എന്ന്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ ജീവിതത്തിലെല്ലാം ഉള്ള ഇങ്ങനെയുള്ള ദുഃഖങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മൾക്ക് വന്നാൽ ഒരുപാട് ആശ്വാസമായിരിക്കും. നമ്മുടെ നടുവിൽ നിൽക്കുന്ന മക്കൾക്കും എല്ലാം. ഓക്കെ.